എല്ലാ പ്രിയപ്പെട്ടവർക്ക് യേശുവിൻ നാമത്തിൽ വന്ദനം. ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടുതലായി അനുഭവിച്ചറിയുവാൻ രണ്ട് കാര്യം ചെയ്യണം. ഒന്ന്, ബൈബിൾ വായിക്കണം. രണ്ട്, പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയിലുള്ള ഒന്നാണ് മെഡിറ്റേഷൻ, ധ്യാനം. എല്ലാ ആൾക്കാരും രാവിലെ എഴുന്നേറ്റ്, പ്രത്യേകിച്ച് ജപ്പാൻ പോലെയുള്ള പുരോഗമിച്ച രാജ്യങ്ങൾ, വിജയിച്ച രാജ്യങ്ങൾ, ഇല്ലായ്മയിൽ നിന്ന് കയറി വന്ന രാജ്യങ്ങൾ, അവർ അവലംബിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. രാവിലെ ആദ്യത്തെ മണിക്കൂറുകൾ നിശബ്ദമായി ഇരിക്കാനും ധ്യാനിക്കുവാനും അവർ ശ്രമിക്കും. അത് നല്ലൊരു പരിശീലനമാണ്. രാവിലെ എഴുന്നേറ്റ് ജനാലകൾ തുറന്നിട്ട് വീട്ടിലേക്ക് വായു കടക്കാനുള്ള സംവിധാനമൊരുക്കി, വെളിച്ചം കടക്കാനുള്ള സംവിധാനമൊരുക്കി, അല്പം വെള്ളമൊക്കെ കുടിച്ച് ഒരു സ്ഥലത്ത് ശാന്തമായി ഇരുന്ന് ധ്യാനിക്കുന്നത് എല്ലാവരും പറയുന്ന കാര്യമാണ്. അതിൻ്റെ കൂടെ ബൈബിൾ വായനയും പ്രാർത്ഥനയും, അതിൻ്റെ കൂട്ടത്തിൽ ജീസസ് എവരിഡേയും കൂടി ചേർക്കുമ്പോൾ അത് ഒരു ദിവസത്തെ അനുഗ്രഹത്തിൻ്റെ, ബലത്തിൻ്റെ വഴിത്താരയായി മാറും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ജൂൺ മാസത്തിൻ്റെ 2ാം പകുതിയിലേക്ക് നമ്മൾ കയറുകയാണ്. ഈ ആഴ്ച എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് അനുഗ്രഹത്തിൻ്റെ ആഴ്ചയാണ്. വാർത്തകളോടുകൂടി, ന്യൂസ് പേപ്പർ വായനയോടുകൂടി ഒരു ദിവസം തുടങ്ങരുത്. പ്രാർത്ഥനയോടെ, ധ്യാനത്തോടുകൂടി ഒരു ദിവസം ആരംഭിച്ചാൽ നമുക്ക് എന്തെന്നില്ലാത്ത പോസിറ്റീവ് എനർജി കിട്ടും. മീഡിയയിലൂടെ അല്ലെങ്കിൽ ഫേസ്ബുക്ക്, വാട്സാപ്പ് മുതലായ കാര്യങ്ങളിലൂടെ നിങ്ങളുടെ ഒരു ദിവസം ആരംഭിക്കരുത്. അത് നമ്മെ ക്ഷീണിപ്പിക്കാം. നെഗറ്റീവ് കാര്യങ്ങൾ, മോശമായ കാര്യങ്ങൾ, സത്യമല്ലാത്ത കാര്യങ്ങൾ ഇതിലൂടെ കയറി വരാം. നമ്മുടെ മനസ്സിനെ നമ്മൾ കൂടുതൽ നല്ല കാര്യങ്ങളിലേക്ക് കടത്തിവിടുക. നമ്മുടെ തലച്ചോറിനെ നമ്മൾ ചതിക്കരുത്. നമ്മുടെ തലച്ചോറിന് നമ്മൾ നല്ല സിഗ്നലുകൾ കൊടുക്കണം, നല്ല പ്രവൃത്തിക്കുള്ള സിഗ്നലുകൾ കൊടുക്കണം. അത് നാം എടുക്കേണ്ട എഫർട്ടാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ ഒരു പ്രായമുള്ള സ്ത്രീ ഒരു പെൺകുട്ടിയോട് പറഞ്ഞു, സൗന്ദര്യത്തിൻ്റെ പകുതി ഉണ്ടാകുന്നത് നമ്മുടെ നല്ല സംസാരത്തിൽ നിന്നും മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ശുശ്രൂഷയിലൂടെയുമാണ്. സൗന്ദര്യം, നമ്മളെല്ലാവരും സൗന്ദര്യം എന്ന് പറയുമ്പോൾ പലരും പറയും, എനിക്ക് സൗന്ദര്യം കുറവാണ്. സൗന്ദര്യം എങ്ങനെ കൂട്ടാം? സൗന്ദര്യവർദ്ധന സാധനങ്ങൾക്കെല്ലാം ഭയങ്കര വിലയാണ്. ചില ഷാമ്പൂവിനൊക്കെ 10,000 രൂപ. അങ്ങനെ കുറേ കണ്ടീഷണർ ഒക്കെ ഭയങ്കര വിലയാണ്. മുടി നന്നായാൽ, മുടി സ്ട്രെയിറ്റ് ആയാൽ, മുടി ഭംഗിയായാൽ സൗന്ദര്യമാകൂ? കവിള് നന്നായാൽ സൗന്ദര്യമാകോ? പുരികം കറക്റ്റായാൽ സൗന്ദര്യമാകോ? പല്ലിൻ്റെ മുൻനിരകൾ എല്ലാം ഒന്നിനോടൊന്ന് ചേർച്ചയായിട്ടിരുന്നാൽ സൗന്ദര്യമാകോ? അതെല്ലാം ആണെന്ന് തന്നെയാണ് പറയുന്നത്, അല്ലെന്നല്ല. എന്നാൽ ഇതെല്ലാം കൂടി ചേർത്താൽ പകുതി സൗന്ദര്യമേ ആകുന്നുള്ളൂ എന്നാണ് മറ്റുള്ളവർ പറയുന്നത്. ബാക്കി സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരോട് പറയുന്ന നല്ല വാക്കുകൾ സൗന്ദര്യം കൊണ്ടുവരും. മറ്റുള്ളവരെ നോക്കി ഒന്ന് ചിരിക്കുന്നത് പോലും സൗന്ദര്യം കൊണ്ടുവരും. എന്തെല്ലാം ഉടുത്തൊരുങ്ങിയാലും ചിരിക്കുന്നില്ലെങ്കിലോ, ഒരു മനുഷ്യൻ്റെ മുഖത്ത് നോക്കാതെ അഹങ്കാരിയായിട്ട് നടന്നാലോ ആർക്കും ഇഷ്ടപ്പെടത്തില്ല. മറ്റുള്ളവർക്ക് ചെയ്യുന്ന ശുശ്രൂഷകൾ അത് മനോഹരമാണ്. യേശു 10,000-ങ്ങളിൽ അതിസുന്ദരൻ എന്ന് പറയാൻ കാരണം എന്താണ്? യേശുവിൻ്റെ വാക്കുകളും യേശുവിൻ്റെ പ്രവർത്തികളുമാണ് യേശുവിനെ 10,000-ങ്ങളിൽ അതിസുന്ദരനെന്ന് നമ്മൾ വിശേഷിപ്പിക്കാൻ കാരണം. നമുക്ക് കിട്ടിയ ഗവൺമെൻറ് അങ്ങനെയാകട്ടെ. എങ്ങനെ? അവരുടെ വാക്കുകളും വാക്കു പാലിച്ചിട്ടുള്ള പ്രവർത്തികളും കൊണ്ട് സൗന്ദര്യം നിറഞ്ഞ ഒരു മന്ത്രിസഭയായി അവർ നിൽക്കട്ടെ, നിലനിൽക്കട്ടെ. അവർ വിശ്വസ്തരെങ്കിൽ പല പ്രാവശ്യം കേരള ജനത അവരെ ജയിപ്പിക്കും. കേരളത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത,
മറ്റുള്ള സംസ്ഥാനത്തിലെ പോലെ ജാതി സ്പിരിറ്റൊന്നും ഇവിടെ അധികം ഓടത്തില്ല. ഇവിടെയുള്ളവർ ഒന്നിച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എല്ലാവരും ഒരുപോലെ നിൽക്കുവാൻ മനസ്സ് വെക്കുന്ന ഒരു കൂട്ടമാണ്. പ്രത്യേകിച്ച് അടുത്ത തലമുറയ്ക്ക് ഈ മതം എന്ന് പറയുന്ന കാര്യത്തോടൊന്നും താല്പര്യമില്ല. നല്ല ഒരു കൂട്ടം, നല്ല സംസ്കാരമുള്ള ഒരു കൊച്ചു കേരളത്തിൽ നമുക്ക് ജീവിക്കാൻ ദൈവം കൃപ തന്നല്ലോ. അതിന് നമുക്ക് നന്ദി പറയാം. നമ്മുടെ നല്ല വാക്കുകൾ കൊണ്ടും നല്ല ശുശ്രൂഷകൾ കൊണ്ടും മറ്റുള്ളവർക്ക് ചെയ്യുന്ന നല്ല സേവനങ്ങൾ കൊണ്ടും 100% സൗന്ദര്യമുള്ളവരായി തീരാൻ ഈ പുതിയ ആഴ്ചയിൽ മുതൽ ദൈവം നമുക്ക് കൃപ തരട്ടെ. കർത്താവിൻ്റെ കരം നിങ്ങളോട് കൂടി ഇരിക്കട്ടെ. നമുക്കിന്ന് റോമാലേഖനത്തിലേക്ക് വരാം. 8-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം വരെ നമ്മൾ വായിച്ചു. ജഡത്തിൻ്റെ ചിന്ത മരണം, ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ജഡത്തിൽ ചിന്തിക്കുന്നവർ മരണം വരെ ചിന്തിക്കും. അത് എത്ര വലിയ ഈ ലോകത്തിലെ ധനവാനും മരണം കൊണ്ട് തീർന്നു. മരണത്തിന് ശേഷം അവനില്ല. മരണത്തിന് ശേഷം അവൻ ധനവാനല്ല. ഒരുപക്ഷെ മരണത്തിന് ശേഷം അവനെ ധനവാനെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അവൻ്റെ കയ്യിൽ ധനമില്ലല്ലോ. ധനമില്ല, ധനവാൻ. ധനവാൻ ചെല്ലുന്ന ഒരു സ്ഥലമുണ്ട്, സമ്പന്നൻ ചെല്ലുന്ന മറ്റൊരു സ്ഥലമുണ്ട്. ലാസർ സമ്പന്നനായിരുന്നു. അവൻ്റെ വ്യക്തിത്വത്തിൽ അവൻ സമ്പന്നനായിരുന്നു. അവൻ്റെ ജീവിതത്തിൽ അവൻ സമ്പന്നനായിരുന്നു. മറ്റേയാൾ ധനവാനായിരുന്നു. ധനവാന്റെ ചിന്ത തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. ഇതിനപ്പുറം വേറെ ഒന്നുമില്ല. ധനവാൻ മരണം വരെ ചിന്തിക്കുന്നുള്ളൂ. പിന്നീട് മരണത്തിന് ശേഷം നരകത്തിൽ ചെന്ന് ചിന്തിക്കുന്നത് അവിടെ പറയുന്നുണ്ട്. എൻ്റെ സഹോദരന്മാർ 5 പേരുണ്ട്, അവരിവിടെ വരരുത്. അവൻ ആത്മഭാരം ഒക്കെ ഉണ്ടായത് നരകത്തിൽ വെച്ചാണ്. ആ ഭാരം അവന് ഭൂമിയിൽ വെച്ചുണ്ടായില്ലല്ലോ. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ അപകടം. ലാസർ മരിച്ചു. ദൂതന്മാർ അവനെ പറുദീസയിലേക്ക്, അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ആരാണ് സമ്പന്നൻ? ദൈവദൂതന്മാർ കൂടെ ശുശ്രൂഷിക്കുന്ന ദൈവം ഏറ്റവും നല്ല സ്ഥലത്തേക്ക് കൊണ്ടുപോയ ലാസർ അല്ലേ ശരിക്ക് സമ്പന്നൻ? അപ്പോൾ സമ്പന്നനും ധനവാനും രണ്ടാണ്. ധനവാനെന്ന് പറഞ്ഞാൽ ആർക്കും ഒന്നും കൊടുക്കില്ല, എല്ലാം തന്നോട് തന്നെ തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. ആർക്കും ഒന്നും കൊടുക്കാതെ എല്ലാം സ്വരുക്കൂട്ടി വെക്കുക, അതിൻ്റെ നല്ലൊരു ഭാഗം അനുഭവിക്കാതെ മരിക്കുക, അടുത്ത തലമുറ അത് ധൂർത്തടിക്കുക. ഇതാണ് ധനവാൻ. എന്നാൽ സമ്പന്നൻ എന്ന് പറയുന്നത് ആ വ്യക്തി ഒന്ന് ദൈവ വിഷയമായിട്ട് സമ്പന്നനായിരിക്കും. അതുകൊണ്ട് അബ്രഹാമിൻ്റെ അനുഗ്രഹം അവൻ്റെ വീട്ടിൽ വരും. സമ്പത്ത് അവൻ്റെ വീട്ടിലുണ്ടാകും. അവൻ്റെ ഭാര്യ അവൻ്റെ വീട്ടിനകത്ത് മുന്തിരിവള്ളി പോലെയായിരിക്കും. മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയായിരിക്കും. എല്ലാവിധ നന്മകളും അവൻ്റെ പുറകെ വരും. അവനാവശ്യം പോലെ സമ്പത്തുണ്ട്. അരിമത്യക്കാരനായ ജോസഫിനെ പോലെ അവൻ സമ്പന്നനായിരിക്കും. പഴയ നിയമത്തിലെ ജോസഫിനെ പോലെ അവൻ ഉയർന്ന തലങ്ങളിലെത്തും. എങ്കിലും പഴയ നിയമത്തിലെ ജോസഫ് പറഞ്ഞതുപോലെ, നിങ്ങളെ ദൈവം സന്ദർശിക്കുമ്പോൾ, നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ എൻ്റെ അസ്ഥിയും കൂടി ഇവിടെ നിന്ന് എടുത്തേക്കണം. എൻ്റെ ഹൃദയം മിസ്രൈമിലില്ല, എൻ്റെ ഹൃദയം വാഗ്ദത്തത്തിലാണ്. അതാണ് സമ്പന്നനായ ഒരുവൻ്റെ ക്വാളിറ്റി. ദാനിയേൽ സമ്പന്നനായിരുന്നു. ദാനിയേലിനോട് ദൈവം പറഞ്ഞു, നീയോ ദാനിയേലേ പൊയ്ക്കൊള്ളുക, കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. അപ്പോൾ ജഡത്തിൻ്റെ ചിന്ത മരണം, ധനവാന്റെ ചിന്ത മരണം വരെയുള്ളൂ. എന്നാൽ സമ്പന്നന്റെ ചിന്ത, അതായത് ആത്മാവിൻ്റെ ചിന്ത, ആത്മാവിൽ ജീവിക്കുന്നവൻ സമ്പന്നനാണ്. ദൈവ വിഷയം സംബന്ധമായി അവൻ സമ്പന്നനാണ്. ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. പണം കൊണ്ട്
വാങ്ങാൻ കഴിയാത്ത പലതും സമ്പന്നനുണ്ട്. ധനവാന്റെ പ്രശ്നം, അവന് പണം കൊണ്ട് വാങ്ങാൻ കഴിയുന്നത് മാത്രമേ വാങ്ങാൻ കഴിയൂ. എന്തൊക്കെയാണെന്ന് അറിയാമോ? അവൻ വാങ്ങിക്കൂട്ടുന്നത്, ധനവാൻ വാങ്ങുന്നത് വീട്, വണ്ടി, ആഡംബര കാര്യങ്ങൾ മാത്രം, കൂടിയ ഭക്ഷണം, ഇതിനപ്പുറത്ത് കൂടിയ യാത്രകൾ, ഇതൊക്കെയോടെ തീർന്നു. എന്നാൽ സമ്പന്നൻ വാങ്ങിക്കൂട്ടുന്നത് ഒന്ന് വിശ്വാസം, വിശുദ്ധ ജീവിതം, അഭിഷേകം. ഇതൊന്നും ധനം കൊണ്ട് കിട്ടുന്നതല്ല. അടുത്തത് നല്ല ഉറക്കം. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. ധനവാൻ നല്ല കിടക്ക വാങ്ങും, സമ്പന്നനോ ഉറക്കം വാങ്ങും. ഇതുപോലെ നല്ല സ്വഭാവങ്ങൾ സമ്പന്നൻ സ്വന്തമാക്കുമ്പോൾ ധനവാൻ മറ്റുള്ളവരുടെ ശത്രുവായിട്ട്, മറ്റുള്ളവർക്കെതിരെയും ഒക്കെ നിന്ന് മറ്റുള്ളവരുടെ വിമർശനത്തിന് കാരണമായി തീരും. അപ്പോൾ സക്കായി പറയുന്നു, കർത്താവെ, ചതിവായി വാങ്ങിയ 4 മടങ്ങ് കൊടുക്കുന്നു. ഉടനെ കർത്താവ്, ഇവനും അബ്രഹാമിൻ്റെ സന്തതിയാകയാൽ ഈ വീടിന് രക്ഷ വന്നു. എന്താണ്? അബ്രഹാം സമ്പന്നനാണ്, അബ്രഹാമിൻ്റെ സന്തതിയും വാരിക്കോരി കൊടുക്കുന്നവനാണ്. അപ്പോൾ സമ്പന്നൻ ചെലവിടുന്നവനാണ്, ധനവാൻ സ്വരുക്കൂട്ടി മാത്രം വെക്കുന്നവനാണ്. അപ്പോൾ ജഡത്തിൻ്റെ ചിന്ത മരണമാണ്. മരണം വരെയുള്ള ചിന്തയാണ് ജഡത്തിന് തരാൻ കഴിയും. ആത്മാവ് സമ്പന്നമാണ്. ആത്മാവിൻ്റെ ചിന്ത ഈ ഭൂമിയിലും വരുവാനുള്ള ലോകത്തിലുമുള്ള ഉയർന്ന ഏറ്റവും മേത്തരമായ ജീവിതമാണ്. അതുകൊണ്ട് ഒരു ദൈവ പൈതൽ ദൈവ വിഷയം സംബന്ധമായിട്ട് സമ്പന്നമാകണം. ജീവനും സമാധാനവുമുള്ള ഒരു സമ്പന്നനായ വ്യക്തിയായി മാറണം. ധനവാനായി തീരാൻ പണിപ്പെടരുത്. ധനവാന്മാരാണ് ദൈവസഭയ്ക്ക് ദോഷം ചെയ്തിട്ടുള്ളത്. സമ്പന്നർ ദൈവസഭയ്ക്ക് അനുഗ്രഹമാണ്. ഈ സത്യങ്ങൾ ഒരു ദൈവ പൈതൽ തിരിച്ചറിഞ്ഞ് കർത്താവിൻ്റെ രാജ്യത്തിൽ ഞാൻ സമ്പന്നനായിരിക്കും. സമ്പത്തെല്ലാം വരും. നമുക്ക് നല്ല ആത്മീയ നിലവാരം വരുമ്പോൾ ഇരുന്ന് ചിന്തിക്കാനും ജീവിക്കാനും തോന്നും. അല്ലെങ്കിലോ എന്തിന് ജീവിച്ചിട്ട്, ഭാര്യ എങ്ങനെ, പിള്ളേരെങ്ങനെ എന്ന് പറഞ്ഞ് മനസ്സുമെടുത്ത് കള്ളു കുടിക്കാൻ പോകുന്നവർ അവർ ദരിദ്രരായി തീരും. എന്നാൽ വീട്ടിൽ സ്വസ്ഥതയും സമാധാനവും പ്രാർത്ഥനയും എല്ലാം ഉള്ള ഒരു വീട് അവർക്ക് ഉയരാനുള്ള ഒരു സാധ്യതയാണ് കൂടുതൽ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ കർത്താവിനോട് കൂടെ ഇരുന്ന് ആത്മീക കാര്യങ്ങളിൽ സമ്പന്നരാകുക. നിന്റെ ആത്മാവ് ശുഭമാകുമ്പോൾ സകലത്തിലും നീ സുഖവും ശുഭവുമാകും എന്നാണ് ദൈവവചനം പറയുന്നത്. കർത്താവിൻ്റെ ബലം, കർത്താവിൻ്റെ ശക്തി കൂടുതൽ ആർജിച്ചെടുക്കാൻ ഈ മാസത്തിൻ്റെ 2ാം പകുതി മുതൽ യേശു നിങ്ങളെ ബലപ്പെടുത്തട്ടെ. പ്രാർത്ഥിക്കാം. നല്ലവനായ കർത്താവിൻ്റെ കൈകളിലേക്ക് ഈ മക്കളെ ഏൽപ്പിക്കുന്നു. യേശുവേ, ഇന്ന് മുതൽ ആത്മിക സമ്പന്നതയും ഭൗതിക സമ്പന്നതയും ആരോഗ്യപരമായ സമ്പന്നതയും സമാധാന സമ്പന്നതയും മാനസിക ബലവും എല്ലാമുള്ള വ്യക്തികളായി സമ്പന്നരായി ക്രിസ്തുവേശുവിൽ അബ്രഹാമിൻ്റെ മക്കളെന്ന നിലയിൽ ദേശത്ത് ഏറ്റവും മാതൃകയുള്ള ആത്മിക ശേഷിയുള്ള ഭൗതിക ശേഷിയുള്ള കുടുംബങ്ങളായി ഈ കുടുംബങ്ങൾ തീരട്ടെ. ഞാനിവരെ അനുഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവരെ നയിക്കണം. യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ കൃപയിൽ നമുക്ക് ജ്വലിക്കാം. നാളെ ഇതേ സമയത്ത് നമുക്ക് ഒരുമിച്ച് കാണണം. ഗോഡ് ബ്ലെസ് യു. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ, നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാൻ, നീയല്ലോ ഞങ്ങൾക്കുള്ള
നീയല്ലാതെ നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ നീയല്ലാതില്ല ഭൂവിൽ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ നീയല്ലാതില്ല ഭൂവിൽ നിത്യജീവമൊഴികൾ നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പരനേ നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പരനേ അങ്ങേ വിട്ടിട്ടാടി അങ്ങ് എങ്ങു പോയി വസിക്കും അങ്ങേ വിട്ടിട്ടാടി അങ്ങ് നിത്യജീവമൊഴികൾ നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പരനേ നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് അങ്ങേ വിട്ടിട്ടാടി അങ്ങ് എങ്ങു പോയി വസിക്കും അങ്ങേ വിട്ടിട്ടാടി അങ്ങ് എങ്ങു നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ നീയല്ലോ ഞങ്ങൾക്കുള്ള നീയല്ലാതെ നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ നീയല്ലാതെ നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ നീയല്ലാതെ യേശുവേ അങ്ങല്ലാതെ വേറൊന്നുമില്ലപ്പാ നീയല്ലാതില്ല ഭൂവിൽ വേറൊന്നുമില്ലപ്പാ നീ വേറെ ആരുമില്ല നീയല്ലാതെ നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ നീയല്ലാതില്ല ഭൂവിൽ ഓ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ നീയല്ലോ ഞങ്ങൾക്കുള്ള അതിമഹത്തായ സമ്പത്തേ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ നീയല്ലോ ഞങ്ങൾക്കുള്ള നിത്യജീവമൊഴികൾ ചേർന്ന് നിത്യജീവമൊഴികൾ അങ്ങിലുണ്ട് യേശു നിത്യജീവമൊഴികൾ നിന്നി